ഈശോയിൽ സ്നേഹമുള്ളവരെ, എന്നെ ആകർഷിച്ച വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ പുണ്യം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുക. ദ ചോസൻ എന്ന സീരീസിലെ മനോഹരമായ ഒരു രംഗമുണ്ട്. മാതാവും യൗസേ പിതാവും കൂടി ബത്ലഹേമയിലേക്കുള്ള യാത്രയിലാണ്. അഗസ്റ്റസ് സീസർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കണക്കെടുക്കുവാനുള്ള സെൻസസ് എടുക്കുന്നതിന്റെ ഉത്തരവിന് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഇവർ. നമുക്കറിയാം, യൗസേ പിതാവും മാതാവും പാവപ്പെട്ടവരാണ്. ഒരു ചെറിയ കഴുത മാത്രമേ അവർക്കുള്ളൂ. അതില് മാതാവിന് മാത്രമേ സഞ്ചരിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് യൗസേ പിതാവ് നടന്നാണ് ആ യാത്ര മൊത്തം നടത്തുക. ഒരു ഗർഭിണി എന്ന നിലയ്ക്കുള്ള മാതാവിന്റെ വിഷമങ്ങളും അസ്വസ്ഥതകളും എല്ലാം മാതാവ് യൗസേ പിതാവുമായിട്ട് പങ്കുവെക്കുകയാണ്. അതിൽ മാതാവ് പറയാണ്, അങ്ങേക്ക് ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അന്ന് തന്നെ എന്നെ വിട്ടേച്ച് പോകാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വേവലാതികൾ യൗസേ പിതാവിനോട് മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ. തന്റെ വിഷമം കൊണ്ടാണ്. അപ്പൊ യൗസേ പിതാവ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്റെ മേരിയെ, അന്നത്തെ ആ സ്വപ്നത്തിന് ശേഷം ഇന്ന് വരെ നടന്ന ഒരു കാര്യം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഈ പുത്രന് വേണ്ടി കാത്തിരിക്കാം. അതേ സ്നേഹമുള്ളവർ, ഇതായിരുന്നു യൗസേ പിതാവ്, എ മാൻ വിത്ത് എ സ്റ്റാൻഡ്. യൗസേ പിതാവിന് ഒരുപക്ഷെ ഓടിപ്പോകാമായിരുന്നു, സത്യമല്ലേ? തനിക്ക് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അന്ന് തന്നെ മാതാവിനെയും ജനത്തിനായി വിട്ടുകൊടുത്തേച്ച് പുള്ളിക്ക് അതിൽ നിന്നൊക്കെ രക്ഷിച്ച് ഓടിപ്പോകാമായിരുന്നു. പക്ഷെ യൗസേ പിതാവ് അത് ചെയ്തില്ല. താൻ നേരിടേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യൗസേ പിതാവ് അതിനെ നേരിട്ടു. ഇതിലൊരു പക്ഷേ യൗസേ പിതാവിനെ സഹായിച്ചിരിക്കുക വിശ്വാസത്തിന്റെ വിധേയത്വം, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിരിക്കണം. നമുക്കിത് കാണാൻ സാധിക്കുക വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്. എന്താണ് ഈ വിശ്വാസത്തിന്റെ അനുസരണം? ഒരു ചെറിയ ഉദാഹരണം വെച്ച് പറയുകയാണ്. ഒരു കുഞ്ഞ് കുറച്ച് ഉയരത്തിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അവന്റെ അപ്പൻ താഴെ നിൽപ്പുണ്ട്. അവന്റെ അപ്പൻ അവനോട് പറയാണ്, മോനെ, നീ ഒന്നും നോക്കണ്ട, ചാടിക്കോ, അപ്പം പിടിച്ചോളാം. എന്തായിരിക്കും അവൻ ചെയ്യുക? അവൻ നിസ്സംശയം എടുത്ത് ചാടും. കാരണം എന്താണ്? അവന്റെ അപ്പനിൽ ഒരു വിശ്വാസമുണ്ട്. അവന്റെ അപ്പൻ അവനെ പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിലാണ് അവൻ അത് അനുസരിച്ച് അവൻ ചാടുക. ഇത് തന്നെയാണ് യൗസേ പിതാവും ചെയ്തിട്ടുള്ളത്. സ്നേഹമുള്ളവർ, ദൈവം കാണിച്ചു കൊടുത്ത വഴിയിൽ അത് സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു. പക്ഷേ യൗസേ പിതാവ് അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചു. ആ ജീവിത സാഹചര്യത്തിൽ താൻ കഷ്ടതകളൊക്കെ നിറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനുവേണ്ടി തന്നെ ഒരുക്കി അതിനെ നേരിട്ടു. എങ്ങനെയാണ് ഈ യൗസേ പിതാവിന്റെ ഈ ഗുണം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് പ്രാബല്യമാക്കാൻ സാധിക്കുക? ഇന്ന് നാം കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ സന്തുഷ്ടരല്ല എന്നുള്ളത്. അത് ആരുമായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, യുവജനങ്ങളായിക്കൊള്ളട്ടെ, ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും നമുക്ക് ഇന്ന് പൊതുവെ കാണുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണിത്. എന്തുകൊണ്ടാണ്? നാം മറ്റുള്ളവരിലേക്കാണ് നോട്ടം. അവന് നല്ല സാഹചര്യങ്ങളുണ്ട്, ഇവന് നല്ല കാര്യങ്ങളുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വന്നുപെട്ട സ്ഥലങ്ങൾ കൊള്ളില്ല, എന്റെ ഭർത്താവ് കൊള്ളില്ല, എന്റെ മകൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള കൂട്ടുകാർ കൊള്ളില്ല എന്നൊക്കെയുള്ള വേവലാതികളാണ് നമുക്ക്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുകയാണ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ 100% സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നേരിടുവാനും അവിടെ ആത്മാർത്ഥമായി ജീവിച്ചുകൊണ്ട് വിജയം വരിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയും ശക്തിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.